അമേരിക്കൻ പ്രസിഡന്റ് കസേരയിൽ ഇരുന്നാൽ ചിലർക്ക് സംഭവിക്കുന്ന ചില മാനസിക മാറ്റങ്ങളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. നമ്മുടെ ട്രംപിനിപ്പോൾ അധികാരം തലയ്ക്ക് പിടിച്ച ഒരവസ്ഥയാണ്. ലോകം മുഴുവൻ തന്റെ പോക്കറ്റിലാണെന്നും അമേരിക്കൻ സുപ്രീം കോടതി തന്റെ വീട്ടുപടിക്കൽ നിൽക്കുന്ന സെക്യൂരിറ്റിയുമാണെന്നൊക്കെയാണ് പുള്ളിയുടെ വിചാരം. നമുക്ക് ഈ ട്രംപ് പുരാണം ഒന്ന് ആഴത്തിൽ പരിശോധിക്കാം. സാധാരണ ജനാധിപത്യ രാജ്യങ്ങളിൽ കോടതി ഒരു വിധി പറഞ്ഞാൽ എല്ലാവരും അതനുസരിക്കും. പക്ഷേ ഡൊണാൾഡ് ട്രംപ് അങ്ങനെയല്ല. കോടതി പറഞ്ഞു, നിങ്ങൾ ഈ തോന്നുംപടി നികുതി കൂട്ടുന്നത് നിയമവിരുദ്ധമാണ്. ഉടനെ വന്നു ട്രംപിന്റെ മറുപടി, ആ ജഡ്ജിമാർക്കൊക്കെ പ്രാന്താണ്, അവർക്ക് വിവരം പോരാ, അവർക്ക് രാജ്യസ്നേഹമില്ല. അതായത് ട്രംപ് പറയുന്നത് മാത്രം നിയമം, ബാക്കിയുള്ളതൊക്കെ അസംബന്ധം. ലോകത്തിലെ ഏറ്റവും വലിയ പവർഫുൾ കസേരയിൽ ഇരുന്നുകൊണ്ട് ഇത്രയും തരം താണ രീതിയിൽ സംസാരിക്കാൻ ട്രംപിന് മാത്രമേ കഴിയൂ. ട്രംപ് വിചാരിക്കുന്നത് അമേരിക്കൻ സുപ്രീം കോടതി ട്രംപ് നടത്തിയ റിയാലിറ്റി ഷോയിലെ മത്സരാർത്ഥികളാണെന്നാണ്. ആദ്യം നമുക്ക് ഈ താരിഫ് അഥവാ ഇറക്കുമതി തീരുവ എന്താണെന്ന് ലളിതമായി നോക്കാം. ഇന്ത്യയിൽ നിന്ന് ഒരു സാധനം അമേരിക്കയിലേക്ക് വിൽക്കാൻ കൊണ്ടുപോകുമ്പോൾ അമേരിക്കൻ സർക്കാർ അവിടെ ഒരു നികുതി ചുമത്തും. ഇതിനെയാണ് താരിഫ് എന്ന് പറയുന്നത്. ഈ നികുതി കൂട്ടിയാൽ നമ്മുടെ സാധനങ്ങൾക്ക് അവിടെ വില കൂടും. അപ്പോൾ ആരും അത് വാങ്ങില്ല. ട്രംപ് അധികാരത്തിൽ വന്നത് മുതൽ അമേരിക്ക ഫസ്റ്റ് എന്ന മുദ്രാവാക്യവുമായി എല്ലാ രാജ്യങ്ങൾക്കുമേൽ വൻതോതിൽ നികുതി അടിച്ചേൽപ്പിക്കുകയാണ്. ഇതിനായി ട്രംപ് ഉപയോഗിച്ചത് IEPA എന്നൊരു പഴയ നിയമമാണ്. അതായത് രാജ്യത്ത് സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് പോലെ ഒരു അധികാരം. ഇതിനെതിരെയാണ് ഇപ്പോൾ കോടതി വിധി വന്നിരിക്കുന്നത്. അമേരിക്കൻ സുപ്രീം കോടതി വളരെ വ്യക്തമായി പറഞ്ഞു, നികുതി നിശ്ചയിക്കാനുള്ള അധികാരം ജനപ്രതിനിധികൾക്കാണ്, നിങ്ങൾക്കല്ല. നിങ്ങൾ നിയമം ലംഘിച്ചിരിക്കുന്നു. 6 ജഡ്ജിമാർ ട്രംപിനെതിരെ വോട്ട് ചെയ്തപ്പോൾ 3 പേർ മാത്രമാണ് അദ്ദേഹത്തെ പിന്തുണച്ചത്. പക്ഷേ ട്രംപ് വിടുമോ? ഈ വിധി വന്നതിന് തൊട്ടു പിന്നാലെ പുള്ളി ഒരു പത്രസമ്മേളനം നടത്തി. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം കോടതി വിധി അന്തിമമാണ്. എന്നാൽ ട്രംപിനത് അസംബന്ധം മാത്രമാണ്. തന്നെ എതിർത്ത ജഡ്ജിമാർക്ക് രാജ്യസ്നേഹമില്ലെന്ന് വരെ പുള്ളി ആക്ഷേപിച്ചു. ജനാധിപത്യത്തിലെ കോടതികളെ പോലും പുല്ലുവില കൽപ്പിക്കുന്ന രീതിയാണിത്. കോടതി ഒരു വഴി അടച്ചാൽ ട്രംപ് വേറൊരു വഴി തുറക്കും. ട്രംപ് ഇപ്പോൾ തപ്പിപ്പിടിച്ചെടുത്തത് 1977 ഗ്രേഡ് ആക്ടിലെ സെക്ഷൻ 122 ഇത് കേൾക്കുമ്പോൾ വലിയ ഗൗരവം തോന്നുമെങ്കിലും സംഗതി ഒരു കൗശലമാണ്. ഈ നിയമം അനുസരിച്ച് രാജ്യത്തിന്റെ വ്യാപാര കമ്മി മാറ്റാൻ 150 ദിവസത്തേക്ക് പ്രസിഡന്റ് താൽക്കാലികമായി നികുതി കൂട്ടാം. കോടതിയുടെ സ്ഥിരമായ വിലക്കിനെ താൽക്കാലിക അധികാരം വെച്ച് മറികടക്കുകയാണ് ട്രംപ്. ഇന്നു മുതൽ ലോകത്തെ എല്ലാ രാജ്യങ്ങൾക്കും 10% അധിക നികുതി ട്രംപ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇത് കോടതിയെ പച്ചയ്ക്ക് വെല്ലുവിളിക്കലാണ്. കോടതിയെ നോക്കി കൊഞ്ഞനം കുത്തുകയാണ് ട്രംപ്. നിങ്ങൾ എന്റെ കൈ കെട്ടിയാൽ ഞാൻ കാലുകൊണ്ട് നികുതി എഴുതുമെന്ന വാശി. 150 ദിവസത്തേക്ക് ലോകം മുഴുവൻ 10% നികുതി അടയ്ക്കണം. ഇത് രാജ്യതന്ത്രമല്ല, ഇത് ശുദ്ധ അഹങ്കാരമാണ്. ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക നയത്തെ തന്റെ ഈഗോ തീർക്കാനുള്ള ആയുധമാക്കി മാറ്റിയിരിക്കുകയാണ് അദ്ദേഹം. ഇനി നമുക്ക് ഇന്ത്യയുടെ കാര്യം നോക്കാം. ട്രംപ് പറയുന്നത് കേട്ടാൽ തോന്നും പുള്ളിയും മോദിയും തമ്മിൽ അത്ര വലിയ ചങ്ങാത്തമാണെന്ന്. മോദി ഒരു ഗ്രേറ്റ് മാന്യനാണെന്ന് പുകഴ്ത്തും. അടുത്ത സെക്കൻഡിൽ പറയും മോദി നമ്മളെ പറ്റിച്ചു, ഇന്ത്യക്കാരെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന്. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ ഇപ്പോൾ 18% നികുതിയുണ്ട്. ഇതിനെ ട്രംപ് വിശേഷിപ്പിക്കുന്നത് ഫെയർ ഡീൽ അഥവാ ന്യായമായ കരാർ എന്നാണ്. എന്താണ് ഈ ന്യായം? അവർ പണം നൽകും, ഞങ്ങൾ നൽകില്ല. അതായത് ഇന്ത്യയിൽ നിന്ന് അങ്ങോട്ട് സാധനം പോകുമ്പോൾ നമ്മൾ വൻ നികുതി നൽകണം. അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ അവർക്ക് നികുതി നൽകേണ്ടതില്ല. ഈ അസമത്വത്തെയാണ് ട്രംപ് അതിശയകരമായ ബന്ധം എന്ന് വിളിപ്പിച്ച് നമ്മളെ സോപ്പിടുന്നത്. ഇതിനെ ന്യായമായ കരാർ എന്ന് വിളിക്കാൻ ട്രംപിന്റെ ആ തൊലിക്കെട്ട് തന്നെ വേണം. ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തിയെന്നും പുള്ളി തള്ളുന്നുണ്ട്. ലോകം മുഴുവൻ കാണുന്നുണ്ട് ഇന്ത്യ ഇപ്പോഴും എണ്ണ വാങ്ങുന്നത്. എന്നിട്ടും ട്രംപ് പച്ചക്കള്ളം ഇങ്ങനെ തട്ടിവിടുകയാണ്. ഇനി ഇതിലെ ഏറ്റവും വലിയ തമാശയിലേക്ക് വരാം. ട്രംപ് പറയുന്നത് 200% നികുതി അടിക്കുമെന്നും ഭീഷണിപ്പെടുത്തി. താൻ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നിർത്തിയെന്നാണ്. ഏത് യുദ്ധം, എപ്പോൾ നടന്നു എന്ന് ചോദിക്കരുത്. ട്രംപിന്റെ ലോകത്ത് അദ്ദേഹം ഒരു രക്ഷകനാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വെടിനിർത്തൽ നടത്തിയത് ഇരു രാജ്യങ്ങളും സംസാരിച്ചാണ്. പക്ഷെ ട്രംപ് നാവിലെ വസ്തുതകൾ വേറെയാണ്. റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നത് നിർത്തിയെന്നും പുള്ളി തള്ളുന്നു. സത്യത്തിൽ ഇന്ത്യ ഇപ്പോഴും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നുണ്ട്. ഇങ്ങനെ പച്ചക്കള്ളങ്ങൾ എഴുന്നള്ളിച്ച് താൻ ലോകത്തെ നിയന്ത്രിക്കുകയാണെന്ന് വരുത്തി തീർക്കാനാണ് ട്രംപ് ശ്രമിക്കുന്നത്. ട്രംപിന്റെ അവകാശവാദങ്ങൾ കേട്ടാൽ തോന്നും ലോകം സൃഷ്ടിച്ചത് പുള്ളിയാണെന്ന്. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നിർത്തിയെന്ന് പറയുന്നതിനേക്കാൾ വലിയ തമാശ വേറെയുണ്ടോ? ട്രംപ് ഉടനെ പറയും യുക്രൈൻ യുദ്ധം ഞാൻ 24 മണിക്കൂറിൽ നിർത്തും, പശ്ചിമേഷ്യയിൽ സമാധാനം ഞാൻ കൊണ്ടുവരുമെന്നൊക്കെ. സംഗതി എന്താണെന്ന് വെച്ചാൽ ട്രംപ് ഒരു ലോകത്തോട് മുഴുവൻ കള്ളം പറയുകയാണ്. സ്വന്തം ഇമേജ് വർദ്ധിപ്പിക്കാൻ അന്താരാഷ്ട്ര വിഷയങ്ങളെ പുള്ളി ഉപയോഗിക്കുന്നു. ഇന്ത്യയുടെ എണ്ണ വ്യാപാരത്തെ കുറിച്ച് പുള്ളി പറയുന്നത് വെറും കെട്ടുകഥയാണ്. ഇന്ത്യ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ഡൽഹിയിലാണ്, അല്ലാതെ വൈറ്റ് ഹൗസിലല്ല എന്ന് ട്രംപ് എപ്പോൾ മനസ്സിലാക്കും?
താൻ പറയുന്നത് എല്ലാവരും അനുസരിക്കണമെന്ന വാശി ഒരുതരം മാനസികാവസ്ഥയുടെ ലക്ഷണമാണ്. ട്രംപ് ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ആയുധം ഭീഷണിയാണ്. നീ എന്റെ വാക്ക് കേട്ടില്ലെങ്കിൽ നിനക്ക് 100% നികുതി അടിക്കുമെന്ന് പറയുന്ന ഒരു രീതി. ഇതൊരു ഗ്യാങ്സ്റ്റർ സ്റ്റൈലാണ്. അന്താരാഷ്ട്ര നയതന്ത്രം ഇങ്ങനെയല്ല നടക്കേണ്ടത്. കോടതിയുടെ നിയമപരമായ വിലക്കുകളെ താൽക്കാലിക അധികാരം എന്ന സാങ്കേതിക ഉപയോഗിച്ച് മറികടക്കുന്നത് ജനാധിപത്യത്തിലെ ഏറ്റവും വലിയ തറവേലയാണ്. കോടതി പറയുന്നു ഇത് ജനപ്രതിനിധികളുടെ അധികാരമാണെന്ന്. ട്രംപ് പറയുന്നു അല്ല, ഇത് എന്റെ മാത്രം അധികാരമാണെന്ന്. ഭരണഘടനയേക്കാൾ വലുതാണ് താൻ എന്ന് വിശ്വസിക്കുന്ന ഒരാൾക്ക് ഭ്രാന്ത് പിടിച്ചു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ. നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് ട്രംപിന്റെ നികുതിയെ കുറിച്ചാണ്. എന്നാൽ ഇതിന്റെ പിന്നിലെ യഥാർത്ഥ ക്ലിനിക് കേസ് അതല്ല. നോക്കൂ, ഒരു മനുഷ്യന് അധികാരം തലയ്ക്ക് പിടിച്ചാൽ അയാൾക്ക് ചുറ്റുമുള്ളതൊന്നും കാണാൻ കഴിയില്ല എന്ന് പറയുന്നത് എത്ര സത്യമാണ്. ട്രംപ് ഇപ്പോൾ ഒരുതരം മിഷൻ 2026-ലാണ്. പക്ഷെ ആ മിഷൻ അമേരിക്കയ്ക്കോ ലോകത്തിനോ വേണ്ടിയല്ല. അത് ട്രംപിന്റെ ഈഗോയ്ക്ക് വേണ്ടിയുള്ളതാണ്. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കൻ ഭരണഘടന എന്നത് പുള്ളിക്ക് ഇഷ്ടമുള്ള രീതിയിൽ രൂപമാറ്റം വരുത്താൻ കഴിയുന്ന ഒരു കളിമണ്ണാണ്. സുപ്രീം കോടതിയെ പോലും അസംബന്ധം എന്ന് വിളിക്കണമെങ്കിൽ ആ മനുഷ്യന്റെ ഉള്ളിലെ അഹങ്കാരം എത്രത്തോളമായിരിക്കും. കോടതി വിധി ലംഘിക്കുകയല്ല, മറിച്ച് കോടതിയെ പരിഹസിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. ഇത് ഒരു പ്രസിഡന്റിന് ചേർന്നതാണോ അതോ തെരുവ് ഗുണ്ടകൾക്ക് ചേർന്നതാണോ എന്ന് അമേരിക്കൻ ജനത തന്നെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. താരിഫ് അടിക്കുമെന്നും പണം പിടിച്ചു വാങ്ങുമെന്നും ഭീഷണിപ്പെടുത്തി രാജ്യങ്ങളെ മുട്ടുകുത്തിക്കാമെന്ന് ട്രംപ് വിശ്വസിക്കുന്നു. നയതന്ത്രം എന്നാൽ ചർച്ചകളാണെന്നാണ് ലോകം പഠിച്ചിട്ടുള്ളത്. എന്നാൽ ട്രംപിന്റെ നിഘണ്ടുവിൽ നയതന്ത്രം എന്നാൽ ഭീഷണി മാത്രമാണ്. ഇന്ത്യയുമായുള്ള ബന്ധത്തെക്കുറിച്ച് പുള്ളി പറയുന്നത് കേട്ടാൽ തോന്നും നമ്മൾ അദ്ദേഹത്തിന്റെ കാരുണ്യത്തിലാണ് കഴിയുന്നത്. മോദിയെ ഒരു വശത്ത് പുകഴ്ത്തുകയും മറുവശത്ത് ഇന്ത്യയെ തട്ടിപ്പുകാർ എന്ന് വിളിക്കുകയും ചെയ്യുന്നത് ഒരുതരം ഇരട്ട വ്യക്തിത്വത്തിന്റെ ലക്ഷണമാണ്. ഇതിനെയാണ് നമ്മൾ അധികാര ഭ്രാന്ത് എന്ന് വിളിക്കുന്നത്. യുദ്ധം നിർത്തിയെന്ന് പറയുന്നതും ലോകം തന്റെ കാൽ കീഴിലാണെന്ന് അവകാശപ്പെടുന്നതും കേൾക്കുമ്പോൾ പണ്ട് നമ്മൾ കണ്ടിട്ടുള്ള കോമഡി സിനിമകളിലെ രംഗങ്ങളാണ് ഓർമ്മ വരുന്നത്. പക്ഷേ വ്യത്യാസം ഒന്നേയുള്ളൂ, സിനിമയിൽ നമ്മൾ ചിരിച്ചു തള്ളും. ഇവിടെ ട്രംപിന്റെ ഓരോ തള്ളും ലോക വിപണിയിൽ കോടികളുടെ നഷ്ടമുണ്ടാക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ട്രംപ് ഇപ്പോൾ ചെയ്യുന്നത് ഒരു രാജ്യത്തെ നയിക്കലല്ല, മറിച്ച് ലോകത്തെ ഒരു റിയാലിറ്റി ഷോ ആക്കി മാറ്റുകയാണ്. കോടതിയെ പുല്ലുവില കൽപ്പിക്കുന്ന, ഭരണഘടനയെ പരിഹസിക്കുന്ന, സുഹൃത്ത് രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന ഈ ട്രംപിസം സത്യത്തിൽ അമേരിക്കയുടെ പതനത്തിന്റെ തുടക്കമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അധികാരത്തിന്റെ ഹുങ്കിൽ ട്രംപ് മറന്നുപോകുന്ന ഒരു കാര്യമുണ്ട്. നിയമത്തിന് മുകളിൽ ആരും പറക്കാൻ ശ്രമിക്കരുത്. കാരണം വീഴ്ചയുടെ ആഘാതം വളരെ വലുതായിരിക്കും. കോടതിയുടെ അടുത്ത കൊട്ട് കിട്ടുമ്പോൾ അല്ലെങ്കിൽ അമേരിക്കൻ ജനത ഇതിനു മറുപടി നൽകുമ്പോൾ പുള്ളിയുടെ ഈ അധികാര ഭ്രാന്ത് പതുക്കെ ഇറങ്ങിക്കോളും. നിയമത്തെയും ജുഡീഷ്യറിയെയും വകവെക്കാതെ ഒരു ഭരണാധികാരി ലോകത്തിന്റെ സാമ്പത്തിക അടിത്തറ ഇളക്കുകയാണ്. ട്രംപിന്റെ ഈ തന്നിഷ്ടം ഒരു വലിയ വ്യാപാര യുദ്ധത്തിലേക്കാണ് ലോകത്തെ നയിക്കുന്നത്. കോടതിക്ക് മുകളിൽ പറക്കാൻ ശ്രമിക്കുന്ന ട്രംപിനെ അമേരിക്കൻ നിയമവ്യവസ്ഥ ഇനി എങ്ങനെ നേരിടുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.